മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആരോഗ്യത്തെക്കുറിച്ച്, നല്ല ഭക്ഷണം കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെ, നല്ല ശീലങ്ങൾ ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗവും അത്തരത്തിൽ നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതിനെ, അല്ലെ, അല്ലെങ്കിൽ പുതിയ കാലത്തുള്ള ജീവിതശൈലി, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുള്ള നമ്മൾ പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ കുറിച്ച്, അല്ലെ, ഒരുപാട് പത്രവാർത്തകളിൽ നമ്മൾ പല ക്രൂരതകളും ചെയ്തു കൂട്ടുന്ന പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ. അപ്പൊ അത് പുതിയ കാലത്ത് കുറെ കൂടെ എന്ത് ചെയ്യാണ്, ഇത്തരം വാർത്തകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ, അല്ലെ, മറ്റൊരു വഴിയിലേക്ക് പോയി പോകുന്നത്? ആരാണ് നമ്മളിങ്ങനെ വഴി തെറ്റിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ കുറെ തിരിച്ചറിവുകൾ നൽകുന്ന ഒരു പാഠഭാഗമാണ് നമ്മളുടെ ഈ സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്ന പാഠഭാഗം. സുഗതകുമാരിയുടെ മേഘം വന്നു തൊട്ടപ്പോൾ എന്ന കൃതിയിൽ നിന്നുമാണ് ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത്. ഇതൊരു കത്തിന്റെ രൂപത്തിലാണ്. ഒരു അമ്മ തന്റെ മകന് അയക്കുന്ന കത്തിന്റെ രൂപത്തിലുള്ള ഒരു കഥയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. പുകവലി, മദ്യം, മയക്കുമരുന്ന് ഇവയ്ക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന കൗമാരത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ പാഠം മുന്നോട്ട് വെക്കുന്നത്. എന്താ ഇപ്പൊ കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ, അല്ലെ, നമ്മളല്ല, നിങ്ങളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്, അല്ലെ, കാലത്തെയാണ് നമ്മൾ കൗമാരകാലം എന്ന് പറയുന്നത്, അല്ലെ. ഒരു 13 വയസ്സ് മുതൽ നമുക്ക്, അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ എന്ത് ചെയ്യുന്നു, ആ കൗമാരകാലം ആരംഭിക്കുകയാണ്. ഇപ്പോൾ നേരത്തെയാണ് കുട്ടികളിൽ, അല്ലെ, ആ ഒരു ഇമോഷണൽ സാധനങ്ങളും, അല്ലെ, ഹോർമോണൽ ചേഞ്ചസുകളൊക്കെ വളരെ നേരത്തെ തന്നെ കുട്ടികളിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, അതേപോലെ എടുത്തുചാട്ടം, അല്ലെ, ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം, ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ പറയുന്ന കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും, അല്ലെ. അത് ഒരു പരിധിവരെ ഈ ഒരു പ്രായത്തിൻ്റെയും കൂടെയാണ്, അല്ലെ. വൈദ്യുത വീജി പോലെ ആപത്തായി മാറും കാലം എന്നാണ് ഈ ഒരു കാലത്തെ കുറിച്ച് തന്നെ പറയുന്നത് കേട്ടോ. വിജയലക്ഷ്മി ടീച്ചർ ഒരു കവിതയുണ്ട്. അപ്പൊ ആ കവിതയിൽ പറയുന്നതാണ്, എന്താണ്, വൈദ്യുത വീജി, അല്ലെ, ഷോക്ക് അടിക്കുന്ന പോലെ. കരണ്ട് എന്താണ്, ഭയങ്കര വേഗതയേറിയതാണ്, അതേപോലെ അപകടമുള്ളതാണ് കരണ്ട് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ്, നമ്മൾ ഭയക്കേണ്ടുന്ന, അല്ലെ, കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം വന്നേക്കാവുന്ന ഒരു കാലം കൂടെയാണ് കൗമാരകാലം എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്തിനാണ്? ആ തിരിച്ചറിവോടുകൂടെ നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. അപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെ. ഇപ്പോൾ എന്താ പറയുക, പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മയുടെ തലയടിച്ചു പൊടിച്ച മക്കളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അച്ഛനെ കഴുത്തു പിടിച്ച് കൊന്നിട്ടുള്ള മക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. സഹോദരിയെയും സഹോദരനെയും ഒന്നും തിരിച്ചറിയാതെ, അല്ലെ, പല ക്രൂരതകളും ചെയ്തു കൂട്ടുന്ന തലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കഥ എന്ന് നമുക്കൊന്ന് നോക്കാം. മനോരോഗ ആശുപത്രിയിൽ സുഹൃത്തിനൊപ്പം പോയപ്പോൾ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ, അല്ലെ, ഭ്രാന്തമായി നിലവിളിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച ആര് കാണുകയാണ്? ഈ അമ്മ കാണുകയാണ്. അതായത് ഒരമ്മ മകൻ അയക്കുന്ന കത്താണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആ അമ്മ തന്റെ മകൻ നഗരത്തിൽ എവിടെയോ പഠിക്കുകയാണ്. അപ്പൊ മകന്റെ അതേ പ്രായമുള്ള ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഭ്രാന്താശുപത്രിയിൽ സുഹൃത്തിന്റെ കൂടെ പോയ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ അമ്മ കാണുകയാണ്. അതായത് ഇങ്ങനെ ഭ്രാന്തമായിട്ട് എന്ത് ചെയ്യണു, നിലവിളിക്കുന്ന ഒരു കുട്ടിയെ കാണുകയാണ്. 18 വയസ്സുള്ള ഈ മദ്യത്തിനും പുകവലിക്കും, അല്ലെ, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് തൻ്റെ ജീവിതം മുഴുവൻ ചോർന്നു പോയ ഒരു കുഞ്ഞിനെയാണ് അമ്മ കാണുന്നത് കേട്ടോ. അപ്പൊ അതേ പ്രായത്തിലുള്ള തൻ്റെ മകനെ എന്ത് ചെയ്യണു, ആ കാര്യങ്ങള് കത്തിലൂടെ, അല്ലെ, ആ കാര്യങ്ങളൊക്കെ കത്തിലൂടെ തൻ്റെ മകനെ അറിയിക്കുന്ന അമ്മയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാഠഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാം, നമ്മളുടെ ചുറ്റുപാടും ഒരുപാട്, ഈ ടീച്ചർ ഈ വാർത്തയിൽ കാണിക്കുന്ന പോലെ എന്താണ്, അമ്മയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, അല്ലെ, മകന്റെ ലഹരി മാഫിയയ്ക്ക്, അല്ലെ, ട്രാക്കിലാക്കിയതും അടിമപ്പെട്ടു പോയതുമായിട്ടുള്ള മകന് പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവ്, അല്ലെ. അപ്പൊ ഇങ്ങനെ പല പദ്ധതികൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാരൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ. പല കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും നമ്മളുടെ പുതിയ കാലത്ത് എന്താണ്,
ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പാഠമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആരും അല്ലെ അറിയാതെയോ അറിഞ്ഞോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും കൈകൊണ്ട് തൊടാൻ പോലും നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് അല്ലെ. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അത്തരം കുഴിയിലേക്കൊക്കെ വീണ് പോകുക, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും. ആദ്യമൊക്കെ മിഠായി ഒക്കെ തന്നിട്ടായിരിക്കും ആളുകൾ എന്ത് ചെയ്യുക, ഇതിന്റെ രസമൊക്കെ നമ്മൾ അറിയിക്കുക. പിന്നെ നമ്മൾ അതിന്റെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് അറിയില്ല, നമ്മൾ മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണ് അത് കഴിക്കുക അല്ലെ. പിന്നീടാണ് എന്ത് ചെയ്യുക, നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. പിന്നെ എന്തു വില കൊടുത്ത് നമ്മളത് കിട്ടിയേ തീരൂ എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായ സിറ്റുവേഷനിൽ നമ്മളെത്തും. അപ്പൊ അച്ഛനെയാണോ കൊല്ലുക, അമ്മയാണോ കൊല്ലുക, സഹോദരങ്ങളെയാണോ ചെയ്യുക, ഇതൊന്നും നമുക്കറിയില്ല അല്ലെ. അത്തരത്തിലേക്ക് നമ്മളുടെ മാനസിക തലം മാറിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു സാമൂഹിക അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പുതിയ കാലത്ത്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അല്ലെ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരം അടിമപ്പെടലുകളിലേക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വഴിമാറി പോവരുത് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും എന്താണ് ഈ ഒരു കാലം അല്ലെ, നമ്മൾ തിരിച്ചറിവ് ഉണ്ടാവേണ്ട കാലമാണ്. അപ്പോൾ നമുക്ക് അല്ലെ, നമ്മൾ ഈ ഒരു കൗമാരക്കാലത്ത് ഇങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടാവുന്ന മനസ്സാണ്. ചിലപ്പോൾ നമ്മൾ ഒരു രസത്തിന് അല്ലെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ നോക്കിയാൽ എന്താന്നൊക്കെ നമ്മൾ ആലോചിക്കും ചിലപ്പോൾ. പക്ഷെ അതിനകത്തേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ആ കുഴിയിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും ഇതിനില്ല അല്ലെ. അപ്പൊ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ മക്കളെ, നമ്മൾ ഒരിക്കലും ഈ വക സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞയോട് കൂടെ ആയിരിക്കണം. വെറുതെയാണോ ഇതൊക്കെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയേ അല്ലെ, പുതിയൊരു നല്ല തലമുറ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ തിരിച്ചറിവോടുകൂടെ വളരാൻ വേണ്ടിയാണ് അല്ലെ. A+കൾ വാങ്ങുന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ ബോധത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാഠഭാഗമൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറും രസത്തിന് തുടങ്ങുന്ന ലഹരി ഉപയോഗം എന്തൊക്കെ വിപത്തുകളാണ് വരുത്തി വെക്കുന്നതെന്ന് കവി അല്ലെ എഴുത്തുകാരി ഉത്കണ്ഠപ്പെടുകയാണ് കഥയിലൂടെ. ഏറിയേറി വരുന്ന ലഹരി കച്ചവട മാഫിയ സംഘങ്ങളെ ഇല്ലാതാക്കേണ്ട കാലം എന്ത് ചെയ്തിരിക്കണോ, അതിക്രമിച്ച് കിടന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവര് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല അല്ലെ. അപ്പൊ അവർ ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ആരെയാണ്, കുഞ്ഞുങ്ങളെയാണ് അല്ലെ. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ പലരും അത് അറിയാതെയാണ് എന്ത് ചെയ്യുന്നത്, അത്തരം ചതിക്കുഴികളിലേക്ക് വീണ് പോകുന്നത്. ഇനി വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് അല്ലെ, കുഞ്ഞുങ്ങളാണ് അല്ലെ, ചിലപ്പോൾ ആളുകൾ പറയുമ്പോൾ നമ്മളത് ഇല്ലേ, നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് മുടി വെച്ച് വീണ്ടും ആ കുഴിയിൽ കിടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പം നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം, നമുക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും അതിനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത്തരം പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ആ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ലോകം അല്ലെ, അങ്ങനെ അടിമപ്പെടുന്ന ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു ലോകം ഇനി ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക അല്ലെ. അപ്പൊ സുഗതകുമാരി എന്ന് പറയുന്നത് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെ പാരിസ്ഥിതിക കവയിത്രിയാണെന്ന് പറയാം. ഒരുപാട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമരങ്ങളില് അല്ലെ, മരങ്ങൾക്ക് വേണ്ടി, ചെടികൾക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള അല്ലെ അവരുടെ കവിതകളിൽ സ്ത്രീപക്ഷപരമായിട്ടുള്ള ആശയങ്ങൾ കാണാം. അതേപോലെ ഭക്തിസാന്ദ്രമായിട്ടുള്ള കവിതകൾ കാണാം. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ കവിതകൾ എഴുതിയിരുന്ന സാഹിത്യകാരിയാണ്. കവിതകൾ മാത്രമല്ല സാഹിത്യകാരിയാണ് സുഗതകുമാരി എന്ന് പറയുന്നത്. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും ഒക്കെ ആയിട്ടുള്ള ബോധേശ്വരൻ അല്ലെ അവരുടെ മകളാണ് ആര്, നമ്മുടെ സുഗതകുമാരി. സുഗതകുമാരിയുടെ സഹോദരിയുടെ ഒരു പാഠഭാഗം നമുക്ക് അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവർ ടീച്ചറിന്റെ മക്കളെ പഠിപ്പിച്ചു തരും. സംസ്കൃത പണ്ഡിതയായ VK കാർത്തിയാനി അമ്മയുടെയും ബോധേശ്വരന്റെയും മകളാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിരുന്നു ആര്, സുഗതകുമാരി. ഒരുപാട് കവിതകൾ അല്ലെ, ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ്. ഡോക്ടർ M ലീലാവതി സുഗതകുമാരിയുടെ കവിതകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കാടും പുഴയും മണ്ണും സ്ത്രീയും അപമാനിക്കപ്പെടുമ്പോൾ ചീറിക്കത്തുന്ന വാക്കുകൾ കൊണ്ട് കവിത ഒരുക്കുന്നു സുഗതകുമാരി. കാടും പുഴയും മണ്ണും സ്ത്രീയും അപമാനിക്കപ്പെടുമ്പോൾ ചീറിക്കത്തുന്ന വാക്കുകൾ കൊണ്ട് കവിത ഒരുക്കുന്നു സുഗതകുമാരി. എങ്ങനെയാണ്? അതായത് സ്ത്രീയും മണ്ണും പുഴയും കാടും ഒക്കെ അപമാനിക്കപ്പെടുമ്പോൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന കവിതകളാണ് അല്ലെ, അതിനൊക്കെ വേണ്ടി പ്രതികരിക്കുന്ന കവിതകളാണ് ആരെഴുതിയത്, സുഗതകുമാരി എഴുതിയത്. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പാഠഭാഗം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ പാഠഭാഗത്തിന്റെ ലക്ഷ്യം എന്താണ് പാഠഭാഗം അല്ലെ, എന്തിനെ കുറിച്ചാണ് പാഠഭാഗത്തിൽ പറയുന്നതെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം, പാഠഭാഗം വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിടുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.